ഹലോ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് തോരൻ, പിന്നെ ഒരു മത്തങ്ങ വെച്ചൊരു കറി, പിന്നെ ഒരു വെണ്ടയ്ക്കയും ഉണക്കമീൻ വെച്ചൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ മുറിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങ മുറിച്ച് വെച്ചു, അതിലേക്ക് 2 പച്ചമുളക് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചു. ഇത് 2 രീതിയിൽ വെക്കാറുണ്ട് ഞാൻ. നാളികേരം ഇട്ടിട്ടും വെക്കാറുണ്ട്, ഇല്ലാതെയും വെക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മളെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ചോറുണ്ടാവാനൊക്കെ നല്ലൊരു തോരനാട്ടോ. ഇതിലേക്ക് 2 വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്തു. കറിവേപ്പില നമ്മൾക്ക് വറുത്തിടുമ്പോഴും ഇടാം, ഇപ്പോൾ വേണിച്ചാലും ഇടാം കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ മത്തങ്ങ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഉണക്കമീനും വെണ്ടയ്ക്കയും കൂടെ ഒരു കറി വെക്കാറുണ്ട് ഞാൻ. അതിലേക്കാണ് ഉള്ളിയും വെണ്ടയ്ക്കയും കൂടി നന്നായിട്ട് വഴറ്റി കേട്ടോ. അപ്പോഴത്തേനും ഉണ്ണിവാവയ്ക്ക് ഫ്രൂട്ട് സലാഡ് വേണമെന്ന്, ഫ്രൂട്ട് സലാഡല്ല, ഞങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കണം, അത്രയും നല്ലതാണ്. ഇപ്പോൾ നല്ല വെയിൽക്കാലമൊക്കെ അല്ലേ, ഉണ്ണിക്ക് അത്രയും സന്തോഷമായിട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വാവക്കുട്ടി ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വാവക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് വാവക്കുട്ടി അവളെന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മാറും ചെയ്തു പനി, എന്നാലും ഞാൻ അവളെന്നെ കാണിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മളെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നു. അതിലേക്ക് ഞാൻ വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റാണ്, കാരണം ഇതിലേക്ക് ഉണക്കമീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണക്കമത്തി വേണിച്ചാൽ ഇട്ട് കൊടുക്കാം, ഞാൻ മാന്തൽ മീനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകണം, കാരണം ഉണക്കമീനൊക്കെ അത്രയും വൃത്തിയിൽ വരുന്ന സാധനമൊന്നും അല്ല, നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മറ്റേ വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ടിട്ട് കടുക് പൊട്ടിച്ചിട വേണ്ടുള്ളൂ. നമ്മൾക്ക് ഇതിലേക്ക് നാളികേരം വേണച്ചൊഴിക്കാം, വേണ്ടച്ചൊഴിക്കേണ്ട കേട്ടോ. പക്ഷേ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് മാരകമാണ്, കാരണം ഒരു രക്ഷയില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ചോറുണ്ണും, കാരണം അത്ര ഇഷ്ടമാണ്. പിന്നെ ഉണ്ണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വാക്കുട്ടിക്ക് പനിയായതുകൊണ്ട് വാക്കുട്ടി വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ഇങ്ങനെ എന്താ ചോദിക്കുമ്പോൾ ടേസ്റ്റൊന്നും പറയേണ്ട, ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അത് മക്കൾ കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കാൻ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ.